ഉന്നതിക്ക് എന്നുള്ളതാണ്. സമൂഹ സേവനത്തിന് വിദ്യാഭ്യാസം ഉതകട്ടെ എന്നുള്ളതാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെയും ആപ്തവാക്യം അതാണ്. നിർമ്മലായ കർമ്മണശ്രീ, പ്രോസ്പെരിറ്റി ത്രൂ പ്യുവർ ആക്ഷൻ. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ് അഭ്യുന്നതി ഉണ്ടാകുന്നത്. ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന അഭ്യുന്നതിയാണ് സമൂഹത്തിൻ്റെയും ഉന്നതി. നിങ്ങളുടെ പ്രവർത്തനമാണ് നിങ്ങളുടെ പുരോഗതിക്കുള്ള കാരണം, നിങ്ങളുടെ സമൂഹത്തിനുള്ള കാരണം. ഇവിടെ നിങ്ങൾക്കറിയാം, ഇന്ന് നിങ്ങൾ ഡിഗ്രി നേടുന്നുണ്ടെങ്കിൽ PSMO കോളേജ് പോലെ, കാലിക്കറ്റ് സർവകലാശാല പോലെ നിങ്ങളുടെ മുതുമുത്തച്ഛന്മാർ നൽകിയ സംഭാവനയാണ് ഈ PSMO കോളേജും അതുപോലെ പിന്നെ കാലിക്കറ്റ് സർവകലാശാലയും. 1968 സ്ഥാപിതമായ 2 സ്ഥാപനങ്ങളാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് സ്ഥാപിക്കാനുള്ള കാരണം മലബാർ മേഖലയുടെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെയും പിന്നോക്കാവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിന് തന്നെ അഭിമാനാർഹമായി കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും നടത്തുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം. ഏറ്റവും കൂടുതൽ A+ നേടുന്ന +2 വിദ്യാഭ്യാസം, ഏറ്റവും കൂടുതൽ ബിരുദ വിദ്യാർത്ഥികളെ ഉൽപ്പാദിപ്പിക്കുന്ന മലപ്പുറം ജില്ലയും കൂടിയാണ്. അപ്പോൾ 68-ൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ നമ്മുടെ മുതുമുത്തച്ഛന്മാർ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയത്, അത് ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ വാക്കുകൾ കടമെടുത്താൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ മുടക്കുന്ന മുതലാണ് പലിശ സഹിതം തിരിച്ചു കിട്ടുന്നത് എന്നാണ്. നിങ്ങളുടെ മുതുമുത്തച്ഛന്മാർ നൽകിയ സംഭാവനയാണ് ഇന്ന് നിങ്ങളിൽ കൂടെ ഇന്ന് നമ്മൾ കൊയ്യുന്ന ഈ ഉന്നത വിദ്യാഭ്യാസത്തിലെ വിജയം. നിങ്ങൾക്ക് ഇതിന് വലിയൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അറിവ് ആയുധവും കൂടിയാണ്. എന്തിനുള്ള ആയുധം എന്ന് ചോദിച്ചാൽ സമൂഹത്തിനെ പരിവർത്തനം ചെയ്യാനുള്ള, കൂടുതൽ സുഖകരമായ കാലാവസ്ഥ സൃഷ്ടിക്കുക. സുഖം എന്നുള്ളതിൻ്റെ അർത്ഥം, ഖം എന്നുള്ളത് ആകാശത്തെ സൂചിപ്പിക്കുക. ദുഃഖം എന്ന് പറഞ്ഞാൽ ദുഷിച്ച ആകാശവും, സുഖം എന്ന് പറഞ്ഞാൽ നല്ല ആകാശവും സൃഷ്ടിക്കുക. ഓരോ വിദ്യാർത്ഥിക്കും നല്ല ആകാശം സൃഷ്ടിക്കാൻ, എല്ലാവർക്കും വികാസത്തിലേക്ക് പറന്നു വരാൻ പറ്റുന്ന വിധത്തിലുള്ള ആകാശം സൃഷ്ടിക്കാൻ നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളും തയ്യാറാകണം. ഇന്ത്യയുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 26.7 ആണ് ആവറേജ് ഏജ്. അതായത് ഇനി വരുന്ന ഒരു 4-5 പതിറ്റാണ്ട് കാലം നിങ്ങളുടെ ആക്ഷൻസ് ആണ് തീരുമാനിക്കുന്നത്. പ്രോസ്പെരിറ്റി ത്രൂ പ്യുവർ ആക്ഷൻ, കാലിക്കറ്റ് സർവകലാശാലയുടെ ആപ്തവാക്യം അതാണ്. നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ സമൂഹത്തിൻ്റെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ വളർച്ചയ്ക്കായിട്ട് തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഗ്രാജുവേഷൻ സെറമണിയുടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. വീണ്ടും എനിക്ക് ആവർത്തിക്കാനുള്ളത്, ഇത് ലാസ്റ്റ് സെഷനാണ്. 5 ജില്ലയിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം നടക്കുകയുണ്ടായി. അതിൽ അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ PSMO കോളേജിൽ പാർട്ടിസിപ്പേഷൻ കൊണ്ടും 1000-ലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കുന്നത്. വളരെ ഭംഗിയായി നടന്നു എന്നുള്ളത് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച അനേകം പേരുണ്ട്. സർവകലാശാല പരീക്ഷാ വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്യാമ്പസിലും അതിനായി പ്രവർത്തിച്ചവരുണ്ട്. ഇന്ന് PSMO കോളേജിൻ്റെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കും പരീക്ഷാ ഭവനിലെ പ്രവർത്തകർക്കും എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ പറയുകയാണ്. നന്ദി, നമസ്കാരം. Thank you, sir. Now I invite Dr. Vasumati T, Member, Syndicate, to felicitate the gathering. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ M. നാസർ സർ, ഇനാഗുറേഷൻ നടത്തിയ നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട ഓണറബിൾ വൈസ് ചാൻസലർ പ്രൊഫസർ M. K. ജയരാജ് സർ, PSMO കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആസീസ് സർ, സിൻഡിക്കേറ്റ് മെമ്പറായ ശ്രീ MP ഫൈസൽ, ഡോക്ടർ മുഹമ്മദ് ഹനീഫ, ശ്രീ സുശാന്ത് പി, പരീക്ഷാ കൺട്രോളർ
പ്രൊഫസർ ഡോക്ടർ ഗോഡ്വിൻ സാമ്രാജ് സർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അവരുടെ ഏറ്റവും ആദരണീയരായ രക്ഷിതാക്കളെ, എന്നെ സംബന്ധിച്ച് ഇത് ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ ഒരു 10-25 വർഷം മുന്നേ ഒരു 1.5 വർഷക്കാലത്തോളം ഞാൻ ഈ മലപ്പുറം ജില്ലയുടെ എല്ലാ ഏരിയയിലും യാത്ര ചെയ്തിട്ടുണ്ട് എൻ്റെ ഗവേഷണ ആവശ്യത്തിലുള്ള ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് PSMO കോളേജിൽ വെച്ച് നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട് എന്നുള്ളതും അതിനോടനുബന്ധിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ ആ കാലഘട്ടത്തിൽ ഈ മലപ്പുറം ജില്ലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അത് ഇക്കണോമിക്കലി ഒരു ഇക്കണോമിക്കലി എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീസാണ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നത്. അതായത് വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ പിന്നോക്കാവസ്ഥയുള്ള ഒരുപാട് ആൾക്കാരായിരുന്നു. പക്ഷെ അവർക്ക് ഏറ്റവും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് സ്നേഹമായിരുന്നു. സ്നേഹവും സൗഹൃദവും സെക്യുലറിസ്റ്റിക് മൈൻഡുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹമാണ്. ആ സമൂഹത്തിലെ ഒരു പുതിയ തലമുറയാണ് ഇന്ന് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ആ ഉമ്മുമ്മമാരോടും ഉപ്പുപ്പമാരോടും. സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ 1991 100% സാക്ഷരത പ്രഖ്യാപിച്ചപ്പോൾ അത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളായിരുന്നു അത് പ്രഖ്യാപിച്ചത്, കോഴിക്കോട് മാനാഞ്ചിറയിൽ വെച്ചിട്ട്. അപ്പം ആ ഉമ്മമ്മമാരെ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും അവർ സംസാരിച്ചിരുന്ന എൻ്റെ ടീച്ചറ് ഞാൻ പഠിക്കാൻ പോയിരുന്ന സമയത്ത് എനിക്കിതൊന്നും അറിയായിരുന്നില്ല. ഇപ്പോൾ ഞാൻ സ്കൂളുകളിലെ PTA മീറ്റിങ്ങിൽ പോകാറുണ്ട്, ആ കുട്ടികളുടെ എല്ലാ പഠന കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയുള്ള ഉമ്മമാരുടെയൊക്കെ മനസ്സിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാർത്ഥതയുടെ പ്രതികരണമാണ് ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും അഭിമാനം കൊള്ളണം. മലപ്പുറം എന്തുകൊണ്ട് ഇപ്പോൾ എഡ്യൂക്കേഷനിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നന്ദി പറയേണ്ടത് അവരോടാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ PSMO കോളേജിനോട്, എന്തുകൊണ്ട് PSMO കോളേജ് ഇവിടെ ഈ തിരൂരങ്ങാടിയിൽ തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളത്, MK ഹാജി സാഹിബ് ഒരു ഓർഫനായിട്ട് വളരുകയും 1983 മരിച്ചു പോവുകയും ചെയ്ത അദ്ദേഹം നടത്തിയ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഇവിടെ ഇങ്ങനെയൊരു കോളേജിന്റെ തുടക്കം. ഒരു ഓർഫനായിട്ടുള്ള ആൾക്കാരുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും ആൾക്കാരെ സംരക്ഷിക്കാനും അവർക്ക് വിദ്യാഭ്യാസം നൽകാനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വേണ്ടി അദ്ദേഹം തുടങ്ങിയ ഒരു സംരംഭമാണ് ഇന്ന് ഈ തലയുയർത്തി നിൽക്കുന്ന PSMO കോളേജ് എന്നുള്ള ഒരു സ്ഥാപനം. അതേപോലെ നിരവധി സ്ഥാപനങ്ങളുണ്ടെന്നാണ് എനിക്ക് പ്രിൻസിപ്പൽ തന്ന പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് KM മൗലവി സാഹിബിന്റെ 1943 ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ വീടായിരുന്നു ഓർഫനേജ് ആക്കി മാറ്റിയിരുന്നത്. പിന്നെയാണ് ഇന്നത്തെ ഓർഫനേജ് ട്രസ്റ്റ് ഒക്കെ ഫോം ചെയ്യും, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഓർഫനേജിന്റെ ഒക്കെ മുദ്രാവാക്യം എന്നുള്ളത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്നുള്ളത് റിലീജിയസ് ആൻഡ് സെക്യുലറിസ്റ്റിക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത്രയും പ്രാധാന്യമുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അവരെയൊക്കെ നമിക്കുന്നു. അതേപോലെ നമ്മൾ എടുത്തു പറയേണ്ടത് കാലിന് വയ്യാതെ നടക്കാൻ പറ്റാതെ എന്നിട്ടും നെഹ്റു ലിറ്ററസി അവാർഡ് വെള്ളിനക്കാടിലേക്ക് കൊണ്ടുവന്ന റാബിയ, അങ്ങനെയുള്ള വളരെ മഹത്തായ ആൾക്കാരുടെ പാരമ്പര്യമുള്ള ഈ കോളേജ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചടങ്ങ് ഈ കോളേജിൽ വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയാൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഈ നാട്ടുകാരെ അല്ലെങ്കിലും എൻ്റെ നാടാണ് മലപ്പുറം എന്ന് ഞാൻ ഉറക്കെ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾക്ക് സംസാരിക്കാൻ തരുന്നുള്ളൂ എങ്കിലും എനിക്ക് 2 വാക്ക് കൂടുതൽ സംസാരിക്കണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞത്. ബിരുദം എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ബിരുദം സ്വീകരിക്കുകയാണ്, ഒരു പഠനത്തിന്റെ അവസാന വാക്കല്ല. നമ്മൾക്കറിയാം ഒരു കണ്ടെത്തലിന്റെ വളർച്ചയുടെയൊക്കെ ജീവിതയാത്രയുടെ ഒരു തുടക്കമായിട്ട് മാത്രമേ നിങ്ങൾ ഇതിനെ കാണാൻ പാടുള്ളൂ. കാരണം വിജയം അളക്കുന്നത് നിങ്ങളുടെ ധനമോ അല്ലെങ്കിൽ പദവിയോ ഒന്നുമല്ല. എന്തായിരിക്കാം അത്? നമ്മൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തുമാത്രം നമുക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും, അവർക്ക് എന്തെങ്കിലും നമ്മൾക്ക് സഹായം ചെയ്യാൻ പറ്റുമോ, നമ്മുടെ രാഷ്ട്രത്തിന് നമ്മൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിരുദം നേടിയ ഒരു വിദ്യാർത്ഥിയുടെ ഒബ്ജക്റ്റീവ്. അല്ലെ, വിദ്യാർത്ഥി അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾക്കറിയാം ഇന്ന് ലോകം കാണുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് എന്താണ്? ലഹരി പോലെ തന്നെ മൊബൈലിലെ ഗെയിം കളിക്കുകയും ബന്ധങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാത്ത അവസ്ഥയും, നമ്മൾ എത്രമാത്രം ഡിഗ്രി നേടിയാലും കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയും ആൾക്കാരെ ശത്രുക്കളായി കാണുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതിൽ നിന്നും മാറി നടക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ആർജിക്കണം. ആ കഴിവ് നിങ്ങൾ ആർജിക്കലാണ് ഒരു വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത്.
ഇവിടെ ഇരിക്കുന്ന എത്രയോ ഊർജ്ജസ്വലരായിട്ടുള്ള ആൾക്കാരാണ്, ഊർജ്ജമുള്ള ആൾക്കാരാണ്. പലതരത്തിലുള്ള മാനസികാവസ്ഥയുള്ളവരായിരിക്കും നിങ്ങൾ. ചിലർക്ക് ചിലപ്പോൾ ഇൻഫീരിയറിറ്റി ഫീലിംഗ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർ വളരെ പ്രൗഡ് ഫീലിംഗ് ഉള്ളവരായിരിക്കാം. അങ്ങനെയുള്ള പലതരം മാനസിക പ്രശ്നമുള്ളവരും ബുദ്ധിയുള്ളവരും എല്ലാ ആൾക്കാരും കൂടിച്ചേർന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിൽ ഇൻഫീരിയറിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഇൻഫീരിയറിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡെഫിസിറ്റ് ഫീലിംഗിൽ നിന്ന് നിങ്ങളൊരു കരുത്തുള്ള മനുഷ്യരായി മാറണം. അത് മാറേണ്ടതുണ്ട്. അവഹേളനങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, അത് നിങ്ങളൊരു സൂയിസൈഡിലേക്ക് നിങ്ങൾ എത്തിക്കരുത്. അതിൽ നിന്ന് നാം എപ്പോഴും മുന്നോട്ടേക്ക് പോകണം. ബോധ്യങ്ങളിൽ നിന്ന് ബോധങ്ങളിലേക്ക് നമ്മളെ തന്നെ നമ്മൾ മാറ്റണം. അതാണ് എനിക്ക് നിങ്ങളോട് ഉറക്കെ പറയാനുള്ളത്. നമ്മൾ കേൾക്കുന്ന ഓരോ വാക്കുകളും കാണുന്ന ഓരോ കാഴ്ചക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ജീവിതത്തിന് സധൈര്യം നേരിടുന്ന ആൾക്കാരായിരിക്കണം നിങ്ങൾ. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനം നൽകി നിങ്ങളുടെ പാരൻസ് ഇവിടെ മുന്നിലുണ്ട്. ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ നിന്ന്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത, നിങ്ങളെ അവഹേളിക്കുന്നത്, നിങ്ങളെ ചവിട്ടി താഴ്ത്തുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ സധൈര്യം ഇറങ്ങി വരാൻ കരുത്തുള്ളവരായിരിക്കണം നിങ്ങളൊക്കെ ഓരോരുത്തരും. ഒരു കുട്ടിയും പിന്നിലാകാത്ത തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സിസ്റ്റമാണ് നമ്മൾക്ക് ഇന്നുള്ളത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അതിരുകളില്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിജയിച്ച ഓരോ വിദ്യാർത്ഥിയുടെ പിന്നിലും മാർഗനിർദ്ദേശം നൽകി, പ്രോത്സാഹനം നൽകി, അവരുടെ കഷ്ടപ്പാടുകൾ മറച്ചുവെച്ച് പിന്തുണ നൽകുന്ന കുടുംബങ്ങളുണ്ട്, പാരൻസ് ഉണ്ട്, അച്ഛൻ, അമ്മ, അമ്മമ്മമാര്, ഉമ്മമ്മമാര്, ഉപ്പാപ്പമാര്, എല്ലാ ആൾക്കാരും ഉണ്ട്, അധ്യാപകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. എല്ലാവരെയും ഞാൻ പ്രശംസിക്കുന്നു. അല്ലെങ്കിൽ ഈ അവസരം ഞാൻ അവരെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ എല്ലാവരുടെയും ജീവിത പാതകളൊക്കെ പൂക്കൾ നിറഞ്ഞതായിരിക്കില്ല, തിരിച്ചടി ഉണ്ടായിരിക്കാം, വെല്ലുവിളികളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ പഠിച്ച വാല്യൂസ് നമ്മൾ മറന്നു പോകാൻ പാടില്ല. മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. വൃദ്ധസദനങ്ങളുടെ എണ്ണം നിങ്ങളായിട്ട് കൂട്ടാൻ ഇടയാക്കരുത്. എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു പെരുമാറ്റം എപ്പോഴും ഉണ്ടാവണം. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ കോളേജിന്റെ പാരമ്പര്യം അതാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പാരമ്പര്യമാണിത്. ഞാൻ മെഹനൻ മുറാത്തി എന്ന എഴുത്തുകാരിയുടെ ഒരു കോട്ടിങ് പറയാൻ ആഗ്രഹിക്കുന്നു. അഷ്റഫ് ഖാനാമ്പള്ളിയുടെ അറബിക്കടലും അറ്റ്ലാന്റിക്കും എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു, As long as the sun does not set in your mind, darkness will be nothing but a weak shadow in your life. As long as the sun does not set in your mind, darkness will be a mere shadow in your life. മനസ്സിലെ സൂര്യൻ ഒരിക്കലും അസ്തമിക്കാതിരിക്കട്ടെ. മനസ്സിലെ സൂര്യൻ അസ്തമിക്കാത്തിടത്തോളം കാലം ഒരു ഇരുട്ടിനും പ്രസക്തിയില്ല. നിങ്ങളുടെ മനസ്സിലെ സൂര്യൻ എന്നും ജ്വലിച്ചു നിൽക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതിനോടൊപ്പം ഈ പരിപാടി ഇത്രയും മനോഹരമാക്കി തീർത്ത PSMO കോളേജിലെ ഓർഗനൈസിംഗ് ടീം, പ്രിൻസിപ്പൽ, മാനേജർ, അതേപോലെ തന്നെ മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, NCC കാഡറ്റ്സ്, അവരോടെല്ലാം എൻ്റെ ആദരവ് ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന അഹോരാത്രം പ്രവർത്തിച്ച് ഈ പ്രോഗ്രാം സക്സസ് ആക്കി തീർത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ജീവനക്കാരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഏറ്റവും ഭംഗിയായിട്ട് നടത്തിയിരിക്കുന്ന കോമ്പയറിംഗ് ടീമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ ചുക്കാൻ പിടിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കൺട്രോളർ ഓഫ് എക്സാമിനേഷനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am, for the inspiring words. Now let me invite Dr. Muhammad Hanifa K, member, syndicate, to share some ideas. നമസ്കാരം. ആദരണീയനായ വൈസ് ചാൻസലർ പ്രൊഫസർ MK ചേര സാർ, ബഹുമാനപ്പെട്ട പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ നാസർ സാർ, ഏറ്റവും പ്രിയപ്പെട്ട PSMO കോളേജിൻ്റെ, എൻ്റെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ അസീസ് സാർ, വസുമതി ടീച്ചർ, MB ഫൈസൽ സാർ, സുശാന്ത് സാർ, ഇന്ന് സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കാദമിക ഗവേഷണ മേഖലയിൽ മികച്ച വിഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭയുടെ മേൽനോട്ടത്തിൽ, ഞങ്ങളുടെ വൈസ് ചാൻസലറുടെ മേൽനോട്ടത്തിൽ പലവിധ അക്കാഡമിക് പ്രോഗ്രാമുകളും
നടന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും അവസാനമായി നടക്കുന്ന ഒരു മികച്ച പ്രോഗ്രാമാണ് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചരിത്രമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഗ്രാജുവേഷൻ സെറിമണി. മാത്രമല്ല, ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ്. അതും എല്ലാതരം വിദ്യാർത്ഥികളെയും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള അഫിലിയേറ്റഡ് കോളേജുകളിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ പ്രൈവറ്റ് എഡ്യൂക്കേഷനിലും കൂടെ ഗ്രാജുവേഷൻ നേടി ബിരുദം നേടിയ UG വിദ്യാർത്ഥികളാണ് ഇന്ന് സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങുന്നത്. സാധാരണ പ്രൊഫഷണൽ കോളേജുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഗ്രാജുവേഷൻ സെറിമണി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതാണ്. ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ആദരണീയനായ വൈസ് ചാൻസലർ ജയരാജ് സാർ, പ്രോ വൈസ് ചാൻസലർ നാസർ സാർ, സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, അതിനെല്ലാം ഉപരി ഇതിന് മികച്ച രീതിയിൽ ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത ഞങ്ങളുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇന്ന് മലപ്പുറം ജില്ലാതല ഗ്രാജുവേഷൻ സെറിമണി വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ നടത്തിയ നമ്മുടെ സൗദാബാദിലെ MK Haji സാഹിബിൻ്റെ ഈ PSMO കോളേജിലെ പ്രിൻസിപ്പൽ അസീസ് സാറിനെയും ടീമിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിനെയും അഭിനന്ദിക്കുന്നു. ഇന്ന് സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയ എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. അവരുടെ പ്രൗഡ് ആയിട്ടുള്ള രക്ഷിതാക്കളെയും അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ നല്ല മികച്ച രീതിയിലുള്ള ഒരു അക്കാഡമിക് കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now let me call upon Advocate MB Faisal, Member Syndicate, to share a few words. കാലിക്കറ്റ് സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മഹോജ്വലമായ ഗ്രാജുവേഷൻ സെറിമണിയുടെ അധ്യക്ഷൻ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംവദിച്ച സർവകലാശാലയുടെ വൈസ് ചാൻസലർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഏറ്റവും ആദരണീയരായ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മഹോജ്വലമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും സംബന്ധിക്കുന്നത്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്രപരമായ മുന്നേറ്റങ്ങൾക്ക് സർവതലസ്പർശിയും സർവതോന്മുഖവുമായ മാറ്റങ്ങളിലൂടെ തുടക്കം കുറിക്കുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ഈ ഗ്രാജുവേഷൻ സെറിമണിയുടെ ഭാഗമായി ഇവിടെ ഒത്തുചേരുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും പറയാറുണ്ട്, എല്ലാവർക്കും ചരിത്രത്തിന്റെ ഭാഗമാവാൻ വേണ്ടി കഴിയും, എന്നാൽ കൂട്ടത്തിൽ ചിലർക്ക് ചരിത്രം സൃഷ്ടിക്കാനാകും എന്നാണ് പറയാ. ആ അർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ അക്കാഡമിക് ചരിത്രത്തിലും സർവകലാശാലയുടെ ചരിത്രത്തിലും ആദ്യമായാണ് ഇങ്ങനെയൊരു സെറിമണി നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് നമ്മളുടെ ബഹുമാന്യനായ വൈസ് ചാൻസലറാണ്. അതിന്റെ ഭാഗമാകാൻ വേണ്ടി കഴിഞ്ഞ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ബിരുദയുഗത്തിന്റെ അവസാനം കുറിക്കുന്ന ബാച്ച് കൂടിയാണ് നിങ്ങൾ. ഒരു പുതുയുഗത്തിന്റെ പിറവി ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. 4 വർഷ UG കോഴ്സുകളിലേക്ക് കൂടുതൽ ഉന്നതമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ബിരുദ ക്ലാസ് മുറികളിലേക്കെല്ലാം മാറാൻ വേണ്ടി പോകുന്ന ഒരു കാലത്ത് കൂടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു യുഗത്തിന്റെ അവസാനത്തിൽ ഏറ്റവും മനോഹരമായ ബിരുദദാനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും പടിയിറങ്ങുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക്. അതുപോലെ തന്നെ കൂടുതൽ ഉത്തരവാദിത്വങ്ങളിലേക്കെല്ലാം തന്നെ നിങ്ങൾ മാറുകയാണ്. അതോടൊപ്പം തന്നെ നാം തിരിച്ചറിയേണ്ട ഏറ്റവും സുപ്രധാനമായ ഒന്ന്, ഇന്നത്തെ ക്ലാസ് മുറികളാണ് നാളെയുടെ ഇന്ത്യയെ രൂപീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് നാളെയുടെ ഇന്ത്യയെ രൂപീകരിക്കാൻ ഏറ്റവും മികച്ച ഇന്നിന്റെ വിദ്യാർത്ഥികളായി മാറാൻ നിങ്ങൾക്ക് ഇന്നും നാളെയും തുടർന്നുമെല്ലാം സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ഈ ബിരുദദാന സർട്ടിഫിക്കറ്റ് വിതരണത്തിലൂടെ നിങ്ങളെ ആദരിക്കുന്നതോടൊപ്പം തന്നെ ഈ ബിരുദദാനം ഏറ്റുവാങ്ങാൻ നിങ്ങളെ പ്രാപ്തമാക്കിയ ഏറ്റവും സ്നേഹാദരണീയരായ ബഹുമാന്യരായ
എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞങ്ങളെല്ലാവരും മനസ്സുകൊണ്ടുകൂടി ആദരിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, sir. Now let me invite Sri Sushant P, member, syndicate, to share a few thoughts. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ നസീർ സർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ജയരാജ് സർ, PSMO കോളേജിലെ പ്രിൻസിപ്പൽ അസീസ് സർ, മറ്റു സിൻഡിക്കേറ്റ് അംഗങ്ങളെ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഗോഡ്വിൻ സർ, ഇന്ന് ഇവിടുന്ന് ബിരുദം വാങ്ങുന്ന വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, നമ്മളുടെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കൊപ്പമാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. വിദ്യാർത്ഥികൾ മനസ്സിൽ കാണുന്ന ഒരു പരിപാടി ഇന്ന് ഇവിടെ അതിൻ്റെ ഒരു സമാപനത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 4 ജില്ലകളിൽ കഴിഞ്ഞു. ഇന്ന് മലപ്പുറം ജില്ലയിലെ പരിപാടിയാണ്. പണ്ട് നമ്മൾ വിദേശ സർവകലാശാലകളുടെയൊക്കെ വെബ്സൈറ്റും മറ്റുമൊക്കെ എടുക്കുമ്പോഴായിരിക്കും ഒരേപോലെ കോട്ടിട്ട് ഈ ഹാറ്റ് ടോസ് അല്ലെങ്കിൽ വലിച്ചെറിയുന്ന ഫോട്ടോസൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു പിന്നീട് ഓരോ കോളേജുകളൊക്കെ തന്നെ കോളേജ് തലത്തിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. അന്നും തന്നെ കുട്ടികൾ നമ്മളോടൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ബിരുദം നൽകുന്നവരല്ലേ ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടതെന്ന്. ഇന്ന് നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരമാണ്. ബിരുദം നൽകുന്നവരുടെ കയ്യിൽ നിന്ന് നേരിട്ടിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനുള്ള സുവർണ അവസരമാണ് ഇന്ന് കൈവന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, വിദ്യാർത്ഥികളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് എന്നുള്ളത്. ഇന്നിവിടെ നിന്ന് ബിരുദം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഫലവത്താവട്ടെ എന്നുള്ളതാണ്. അതോടൊപ്പം നല്ല മനുഷ്യരാവട്ടെ എന്നുള്ളത് കൂടിയാണ്. സഹജീവികളോട് സഹാനുഭൂതിയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള പുതിയൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് എവർക്കും ആവട്ടെ എന്നും, അതിനായിട്ട് നിങ്ങൾ ഇതുവരെ ആർജിച്ചിട്ടുള്ള ഈ വിദ്യാഭ്യാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്നും, ഇതോടൊപ്പം വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്നിവിടെ ബിരുദം വരുന്ന എല്ലാവർക്കും തന്നെ എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. We have with us the presence of our beloved Pro Vice Chancellor, Professor M. Nasser, who has already addressed the gathering in the first session of our program with his blessings. And because of the time constraints, let's move on to the conferral session right after the vote of thanks. I invite Professor Godwin Samraj, DP, Controller of Examinations, to deliver the vote of thanks. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഗ്രാജുവേറ്റ്സ്, മാതാപിതാക്കളെ, അധ്യാപകരെ, അനധ്യാപക സുഹൃത്തുക്കളെ, ഏവരും പറഞ്ഞതുപോലെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരൊറ്റ ഇന്നലെ വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് വായിക്കുകയുണ്ടായി. സത്യനന്ദിക്കാടിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയാണ് പറയുന്നത്. അത് വേറെ ആരോ പറഞ്ഞതാണ്. എന്തായാലും വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 9-8 ഒരു അടിയടിക്കുകയുണ്ടായി. അപ്പോൾ 8 ചോദിച്ചു, നീ എന്താ എന്നെ അടിച്ചത് എന്നുള്ളത്. അപ്പോൾ 9 പറഞ്ഞു, ഞാൻ നിന്നെക്കാളും വലിയവനാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ അടിക്കാം എന്നുള്ളത്. അപ്പോൾ 8 തന്റെ താഴെയുള്ള 7-നെ അടിച്ചു, 7 6-നെ അടിച്ചു, 6 5-നെ അടിച്ചു, 5 4-നെ അടിച്ചു, 4 3-നെ അടിച്ചു, 3 2-നെ, 2 1-നെ. അവസാനം 1-ന് നോക്കുമ്പോൾ അടിക്കാൻ ആളില്ല. കാരണം 0, വിലയില്ലാത്ത 0 താഴെയുള്ളത്. എന്താ ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഒരു കാര്യം ചെയ്തു. 1 ഏതായാലും വിലയില്ലാത്ത 0 കൂടി നമുക്ക് ചേർത്ത് പിടിക്കാം എന്ന് ചേർത്ത് പിടിക്കുകയുണ്ടായി. അങ്ങനെ 9-നേക്കാളും മുകളിലേക്ക് എത്തുകയുണ്ടായി എന്നുള്ളതാണ് ഒരു മെസ്സേജ്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെ, ആരുമില്ലാത്തവരെ, അനാഥരെ, നമുക്ക് കിട്ടിയ ഈ ഒരു സൗഭാഗ്യം കിട്ടാത്തവരെ കൂട്ടുപിടിച്ചുകൊണ്ട് നല്ല മനുഷ്യരും മനുഷ്യയുമായി നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്.
ഈ ഗ്രാജുവേഷൻ സെറമണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ ജില്ലകളിലൂടെ ഈ നടന്ന് ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളൊരു ആശയം മുന്നോട്ട് വന്നപ്പോൾ ഒരാവേശത്തിനാണെങ്കിലും ഏറ്റെടുത്തു. പിന്നെ ഇത് എങ്ങനെ നടത്തും എന്നുള്ളൊരു വലിയൊരു എന്താണ് പുനർചിന്തനം ഉണ്ടായി. പക്ഷേ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും സഹകരണവും ഉള്ളതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് തന്നെ തീരുമാനിച്ചു. കോൾ ഫോർ ചെയ്ത് ആദ്യത്തെ 3 ദിവസം നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ 200 അപ്പൊ ജയേഷ് എന്നോട് ചോദിച്ചു, സാറേ 200 ആപ്ലിക്കേഷനേ ഉള്ളൂ, നമുക്ക് ഡ്രോപ്പ് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ജയേഷ് വെയിറ്റ് ചെയ്യും, 2 ദിവസം കൂടി നമുക്ക് നോക്കാം. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ എണ്ണം കൂടി വരികയായിരുന്നു. അവസാനം 2000 കടന്നപ്പോൾ ഇനി നമ്മളിത് എങ്ങനെ നടത്തും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രശ്നം. അങ്ങനെ നമുക്ക് 3792 പേർക്കാണ് നമ്മൾ ഈ ബിരുദദാനം അല്ലെങ്കിൽ ഈ ബിരുദം ഈ ഒരു ചടങ്ങിൽ വെച്ച് നൽകുന്നത്. അങ്ങനെ പാലക്കാട് ജില്ലയിൽ 801, തൃശ്ശൂർ ജില്ലയിൽ 890, വയനാട് ജില്ലയിൽ 97, കോഴിക്കോട് ജില്ലയിൽ 919, മലപ്പുറം ജില്ലയിൽ 1085. അങ്ങനെ 3792 ബിരുദങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ചടങ്ങോടുകൂടെ നൽകപ്പെടുന്നത്. അതിൽ ബികോം റെഗുലറിൽ 1236, BSc 1133, BA റെഗുലറിൽ 863, ഡിസ്റ്റൻസ് വിഭാഗത്തിലെ BA 446, ബികോം 187, BBA 24, BMMC 4. അങ്ങനെ റെഗുലറിലെ 3232 ഡിസ്റ്റൻസിലെ 661 ബിരുദങ്ങളാണ് ഈ ഒരു ചടങ്ങുകളിലൂടെ നൽകപ്പെട്ടത് എന്നുള്ളത്. അതിലും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്നുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 79 വയസ്സ് വരെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവര് ഈ ഒരു ചടങ്ങിലൂടെ വളരെ അഭിമാനകരമായി ഇത്തരത്തിലുള്ള ഗൗണൊക്കെ ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറിന്റെ അടുത്തു നിന്നും ഈ ബിരുദം കരസ്ഥമാക്കുക എന്നുള്ളതിനേക്കാളും സന്തോഷം വേറൊന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ ചടങ്ങ് നടത്താൻ വേണ്ടി ഓരോ കോളേജുകളെ സമീപിച്ചു. അപ്പോ ആദ്യമൊക്കെ പല കോളേജുകളും പിന്മാറി, പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 5 ജില്ലകളിൽ 5 കോളേജുകൾ ഈ പരിപാടികൾ ഏറ്റെടുത്തു. പാലക്കാട് ജില്ലയിലെ യുവക്ഷേത്ര, തൃശ്ശൂർ ജില്ലയിലെ വിമല കോളേജ്, വയനാട് ജില്ലയിലെ പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ്, അതുപോലെ തന്നെ കോഴിക്കോട് ദേവഗിരി കോളേജ്. ഏറ്റവും ഒടുവിൽ ഈ പരിപാടി അവസാനിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് എന്നുള്ളതാണ് ഈ പരിപാടിയുടെ വിജയമായി ഞാൻ കാണുന്നത്. കാരണം ആദ്യം ഞങ്ങൾ ഈ പരിപാടി നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആയിരുന്നു. പക്ഷേ ഇതിന്റെ എണ്ണം നേരത്തെ പറഞ്ഞാൽ 1085 പേരാണ് ഈ ഒരു ചടങ്ങിലൂടെ ബിരുദം കരസ്ഥമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് ഇത്രയും അധികം വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ പാരന്റ്സിനെയും വെച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുക എന്നുള്ളത്, അതിന് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും അതിനുള്ളൊരു വേദി നമുക്ക് നിലവിൽ ഇപ്പോ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ നടത്താം എന്നിങ്ങനെ ആലോചിച്ചപ്പോ മനസ്സിൽ വന്നു, എന്നാൽ PSMO കോളേജ് നമുക്ക് സമീപിച്ചു നോക്കാം എന്നുള്ള. അങ്ങനെയാണ് PSMO കോളേജിൽ വരുന്നത്. PSMO കോളേജ് മാനേജ്മെന്റ് സന്തോഷപൂർവ്വം ഹൃദയത്തിൽ ഇത് സ്വീകരിക്കുകയും ഇതിന്റെ ഈ സ്ഥാപനം ഉണ്ടാക്കിയ ഇതിന്റെ വക്താക്കള് എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇത് വളരെ ഗംഭീരമാക്കി ഈ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി വേദി ഒരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. അപ്പൊ എല്ലാവരും കൂടി നല്ലൊരു കയ്യടി PSMO കോളേജിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ പരിപാടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു. അത് വൈസ് ചാൻസലർ അത് തിരിച്ച് ഗോഡൻ സാറെ വൈസ് ചാൻസലർ പറയുന്ന ഒരു രീതി എന്നുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടേ പറയുള്ളൂ, ഹാർഡായിട്ടൊന്നും പറയില്ല. അപ്പൊ ഗോഡൻ സാർ ഇങ്ങനെ ഒരു പരിപാടി സാറ് പറയുന്നുണ്ട്, ഇതിങ്ങനെ നമുക്ക് നടത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനത് വളരെ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. പക്ഷെ വിട്ടില്ല, വീണ്ടും ചോദിച്ചു, അല്ല അന്ന് പറഞ്ഞ കാര്യം എന്തായി എന്നുള്ളത്. അങ്ങനെ നല്ലൊരു ടീം വർക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വൈസ് ചാൻസലറും അതുപോലെ തന്നെ വൈസ് ചാൻസലറിന്റെയും ടീം. ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങളും അക്കാഡമിക് ഇതര പ്രവർത്തനങ്ങളും നടന്ന ഒരു കാലഘട്ടം ഇല്ലായിരുന്നു എന്നുള്ള എന്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് എനിക്ക് പറയാൻ പറ്റും. അതിന് നിങ്ങൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറും അതുപോലെ തന്നെ വൈസ് ചാൻസലറും അവരുടെ കാലഘട്ടം അത് ഈ കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടെ അവർക്ക് പടിയിറങ്ങാം. എല്ലാവരും എണീറ്റ് നിന്ന് 2 പേർക്കും നല്ലൊരു കയ്യടി കൊടുക്കാം. താങ്ക് യു സാർ. അടുത്തതായി ഇവിടെ
ഇവിടെ രാവിലെ 9 മണി മുതൽ ഈ സമയം വരെ ഇവിടെ വേദിയിലും അതുപോലെ തന്നെ ഇവിടെ പരിസരത്തുമൊക്കെയുമായി സന്നിഹിതരായിരിക്കും. ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ആശംസ പ്രസംഗങ്ങൾ നടത്തിയ സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്. ഡോക്ടർ പസ്മിതി ടീച്ചർ, അതുപോലെ തന്നെ ശ്രീ MP ഫൈസൽ, അതുപോലെ ശ്രീ സുശാന്ത് സർ, അതുപോലെ തന്നെ ക്യാമ്പസിന്റെ സ്വന്തം ഹനീഫ സാർ ഒക്കെ ഇവിടെയുണ്ട്. അവർക്കുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഒരിക്കൽ കൂടി ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച്, പ്രത്യേകിച്ച് അസീസ് സാർ കൺവീനറായി ഈ പ്രവർത്തിക്കുകയും അതിന്റെ ജോയിന്റ് കൺവീനറായി അനീസ് സാറിനെ, രണ്ടാളും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലും ഇത് പുറകോട്ട് പോകാനാവില്ല. അപ്പോൾ വീറും വാശിയോടുകൂടെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു. നമുക്കറിയാം അഡ്മിഷന്റെ തിരക്കുണ്ട്, അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സാറും രണ്ടാളും ടീമായി തന്നെ എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഈ ക്യാമ്പസിലെ മുഴുവൻ പേരെയും NSS, NCC തുടങ്ങിയ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തി. അവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ പേരിലുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ടീം പരീക്ഷാഭവനിലെ എൻ്റെ ടീം അംഗങ്ങൾ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് ഈ പരിപാടി പ്ലാൻ ചെയ്ത അന്നു മുതൽ ഈ നിമിഷം വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും മീറ്റിംഗ് കൂടി ഒരു വീഴ്ചയും പറ്റാത്ത രീതിയിൽ ഈ പരിപാടി നടത്തിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. ഇത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും അവരുടെ വിജയം കൂടിയാണ്. അവർക്കുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഞങ്ങൾ കത്ത് കൊടുത്തിരുന്നു. അത് കത്തുകൾ വെറുതെ ഫയലിൽ വെക്കാതെ അതിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി ഫയർഫോഴ്സ്, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടുള്ള എല്ലാവരും തന്നെ ഇവിടെ വന്ന് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഞങ്ങളോട് സഹകരിച്ചു. അവർക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നിങ്ങളെ ഇതിനു വേണ്ടി തയ്യാറാക്കിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിഗ്രി എടുക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ച നിങ്ങളുടെ അധ്യാപകര്, നിങ്ങൾക്ക് വേണ്ടി ഈ ചടങ്ങ് വരെ എത്തിച്ച നിങ്ങളുടെ മാതാപിതാക്കള്, അവരെയൊക്കെയും അവർക്കുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ ഈ പരിപാടിയുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മീഡിയ, അതുപോലെ തന്നെ നമ്മുടെ PR അവിടെയുണ്ട്, PRO ടീമുണ്ട്, കോമ്പയറിംഗ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ പേരും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now it's time for the conferral. The names of the students would be called പത്ത് സബിത PK, BA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. 11 ഫാത്തിമ ഫർഹാന. 12 ഹാജരാസി. 13 മൊഹസിന. 14 തങ്കച്ചൻ പൗലോസ്. 15 അഫ്ന M. 16 ആരിഫ് ഹർഷദ്. 17 ബിനിഷ KP. 18 ഫാത്തിമ അജ്ന K.
19 ഫാത്തിമ ഫിദ KK 20 ഫാത്തിമ ഹെന്ന 21 ഫാത്തിമ ഹിഷാന PK 22 ഫാത്തിമ നജ M 23 ഫാത്തിമ ഷിബില 24 ഫാത്തിമ K 25 ഹലീമ 26 ഹന്നത്ത് 27 ഹസീബ 28 ഹിബ ഫാത്തിമ O 29 ജഹാന PP 30 ജിൻസിയ P 31 ലുബ്ന ഫർഹാദ് 32 മേഘ K 33 മുഹമ്മദ് അജ്നാസ് 34 മുഹമ്മദ് അജ്മൽ 35 നജ ആമിയാൻ 36 നന്ദന P 37 നഷീദ ഫർഹത്ത് 38 നവ്യരാജ് C 39 നയന KK 40 നെദ നസ്രീൻ 41 നിർഷാവി 42 നിൻഷ BV KV 43 റഭ MK 44 രഞ്ജുഷ A 45 റഷീദ T 46 റിൻഷാന T 47 റിസ്വാന തസ്നി 48 സഹല 49 സഹല അഞ്ജലി K 62 ആര്യ K 62 ആര്യ KT 63 ഭാസ്കരൻ വഴുതനയിൽ 64 ഫാത്തിമ നസ്രീൻ AK 65 ഹരിത K 66 ഇന്നോ നാഫ്രീൻ P 67 മീര K 68 നിമ്യ PK 69 പ്രഭിത MB 70 പ്രസന്ന A 71 ഷാരിക C 72 ഷൈബ T 73 ഷിബില AK 74 ഷിഫ്ന KK 75
75 തസ്ലീന പി. BA പൊളിറ്റിക്കൽ സയൻസ്. 76 അഭിനന്ദ്. 77 ആദിത്യ കൃഷ്ണ കെ. 78 ആൽബിൻ സജീവ്. 79 അരുൺ NK. 80 ആര്യ സുകേഷ്. ആര്യ സുകേഷ്. 81 അശ്വതി PS. 82 ദിൽന ഫാത്തിമ M. 83 ഫഹ്മിദ ജബിൻ. 84 ജീവ CK. 85 നഫീസുത്തുൽ മിസ്രിയ M. 86 റഹ്ന K. 87 റംഷിന തസ്നി KP. 88 റാഷിദ A. 89 സൽഷ PP. 90 ഷംസീന VP. 91 ഷിഫ്ല KV. പിന്നെ BA സോഷ്യോളജി. 92 അബീറ B. അഫ്ഹിദ ഷെറിൻ. 94 അഫ്നാൻ. 95 അജ്മല തസ്നി NV. 96 അനിൽ കുമാർ K. 97 അഞ്ജലി PR. 98 ആൻഷിഫ് T. 99 അപർണ M. 100 ആരതി T. 101 അഷിക ജാസ്മിൻ. 102 അസ്നിയ KP. 103 ആദില ജാസ്മിൻ K. 105 ആയിഷ ഷംന K. 106 ഫഹില VA. 107 ഫാത്തിമ ഫായിസ K. 108 ഫാത്തിമ ഹന്ന PV. 109 ഫാത്തിമ നിഹാല K. 110 ഫെമിദ EP. 111 ഫിദ ജാസ്മിൻ K. 112 ഫിദ KK. 113 ഗോപിക K. 114 ഹസ്ന K. 115 ഹിബ K. 116 ജഫീന MK. 117 ജംഷീദ് T. 118 ജസീല AM. 120 ജിൻഷിദ സന. 121 ജുസൈറ TP. 122 ലത്തീഷ KT. 123 മർഫിയ KT. 124 മിർഫ C.
125 മിർഷാന ഷെറിൻ, 126 മുഹമ്മദ് ആഷിഖ് കെ, 127 മുഹമ്മദ് മുനവ്വർ കെ പി, 128 മുഹമ്മദ് സാലിഹ് എം കെ, 129 മുബീന എം, 130 മുബീന പി, 131 മുഹമ്മദ് ഷഹീർ എം പി, 132 മൈമൂനത്ത് പി, 133 നാദിയ സി സി, 134 നാജിയ സി സി, 135 നാജിയ നസ്രീൻ, 136 നാജിയ എം, 137 നന്ദന പി, 138 നസ്രിൻ വി പി, 139 നാസില വി വി, 140 നീതു ചന്ദ്രൻ എം, 141 നിമ്യ എം, 142 നൌഷിറ ജിസ്മി സി പി, 143 നുസ്രത്ത് എൻ, 144 പ്രവീണ എം പി, 145 റൈഹാന തഹ്നി കെ, 146 റിൻഷിദ ഷെറിൻ എം, 147 റിൻസിയ പി കെ, 148 റിനു മോൾ കെ, 149 റുഫ്ന എ ടി, 150 റുക്സാന തസ്നി ടി പി, 150 റുക്സാന തസ്നി ടി പി, 151 സഫ്വാന സി പി, 152 സഹല ഫർഹത്ത് സി, 153 സായി ഗായത്രി കെ എസ്, 154 ഷഹാല ഷെറിൻ ടി പി, 155 ഷഹനാസ് ടി കെ, 156 ഷംഷീറ ടി, 158 ഷെറിൻ ഷഹനാസ് പി, 159 ഷിഫ ഷിറിൻ കെ കെ, 160 ശ്രീഹരി എസ്, 161 ശ്രീജിഷ കെ, 162 ശ്രീഷ്മ ടി, 163 ശ്രീവിദ്യ എം കെ, 164 സുബിത ടി, 165 സുമയ്യ തസ്ലീം എം, 166 സുരേഷ് ബാബു ഇ ടി, 167 തൻസീഹ പർവീൻ ടി, 168 തൻസിയ ഷബ്നം എം പി, 169 ഉമ്മു ഹബീബ കെ, 170 വിദ്യ പി, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, 171 മുഹമ്മദ് റിസ്വാൻ വി കെ,
172 മുഹമ്മദ് റാഫി TP, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. 173 അഭിഷേക് കൃഷ്ണ AU. 174 അൻഫിദ തസ്ലി V. 175 അഹമ്മദ് സജാദ് NK. 176 അഹമ്മദ് ഹുബാബ് N. 177 ഐഫ EV. 178 അക്ഷയ് കൃഷ്ണ U. 179 അനഘ PK. 180 അനുശ്രീ MC. 182 അർഷിത ജുബി. 183 അരുൺ K. 184 ആസിയ സന M. 186 അസ്ന CK. 187 അസ്ന K. 188 അശ്വതി K. 189 ആതിഫ MV. 190 ആതിര കൃഷ്ണൻ P. 191 ആയിഷ ഫിദ നസീർ. 192 ആയിഷ തസ്നിയ CK. 193 ആയിഷ തസ്നി K. 194 ബരീറ KP. 196 ദിയാന P. 197 ഫഹദ് PV. 198 ഫഹമിദ ജബിൻ P. 199 ഫാമിദ P. 200 ഫർഹാന. 201 ഫസ്ന ജിഥ T. 202 ഫസ്ന VK. 203 ഫാത്തിമ ബസ്മിത NP. 205 ഫാത്തിമ ഹനീന M. 206 ഫാത്തിമ ലുബാബ TK. 207 ഫാത്തിമ റിംഷിത. 208 ഫാത്തിമ റിഷാന K. 209 ഫാത്തിമ സഫ KP. 210 ഫാത്തിമ ഷംല C. 211 ഫാത്തിമ ഷിറിൻ K. 212 ഫാത്തിമത്ത് ഹിബ. 213 ഫാത്തിമത്തുൽ ഹിബ. 214 ഫവാസ് അലി AP. 215 ഫർഹ. 216 ഫിദ C. 217 ഫിദ ഫാത്തിമ M. 218 ഫിദ T. 219 ഗീതു M. 220 ഗോപിക M. 221 ഹന്നത് MH. 222 ഹർഷിത ഷെറി PP. 23 ഇർഫാന ഷെറിൻ MP. 24 ജാൻസിയ സിനോ. 25
ജിഷ്ണ എൻ. 26 ജുമാന ഷെറിൻ പേവി. 27 കൃഷ്ണപ്രിയ എം. 28 ലിയാസ് ഐ. 29 മെഹറിൻ കെ. 230 മിൻഷിബ കെ. 231 മുഹമ്മദ് നാസർ ചുങ്കത്ത്. 32 മുഹമ്മദ് ആഷിഫ്. 33 മുഹമ്മദ് ഫാരിസ്. 35 മുഹമ്മദ് നിംഷാദ്. 236 മുഹമ്മദ് റാഫിദ്. 37 മുഹമ്മദ് ഷഹാബ്. 38 മുഹമ്മദ് ആദിൽ. 39 മുഹമ്മദ് ബാസിൽ. 240 മുഹമ്മദ് റാഷിദ്. 241 മുഹമ്മദ് ഷബീർ. 42 മുഹമ്മദ് ഷഹൽ. 44 മുഹമ്മദ് ഷിബിൽ. 45 മുഹമ്മദ് ഷിയാസ് പി ടി. 46 മുഹസിന ഇ. 47 നദ കെ. 48 നദ പർവീൻ സി. 250 നഹാസ് എം. 251 നജ്ല സി കെ. 252 നാസിദ് സൽമാൻ എ. 53 നവ്യ കെ. 55 നിഷാന പി. 256 നൂറ തസ്നി കെ. 57 നൂസിയ ഷെറിൻ കെ പി. 58 258 റഷീദ പി. 260 റിൻഷ എൻ പി. 61 റിൻഷിദ വി പി. 62 റിൻഷിദ ടി. 263 റൂബി റിൻഷ വി കെ. 64 സബ്നം സലീം പി കെ. 65 സഫ നൈനാസ് വി. 66 സഹൽ ഷക്കീൽ. 67 സഹല വൈ എം. 68 സഹല ഫാത്തിമ പി. 69 സൽമാനുൽ ഫാരിസി പി. 270 ഷഫ്ന ഷെറിൻ കെ പി. 271 ഷഹാന മോൾ എ പി. 273 ഷഹന ബാനു. 74 ഷഹസിന പി പി. 276 ഷാന നസ്രിൻ എൻ കെ. 77 ഷറഫ് യാബ് കെ. 78 ഷിഫ ജിഷ്മ.
279 ഷിറിൻ കെ. 280 സിഫാന സി. 81 ഉമർ ഷബേബ്. 82 സാക്കിയ, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇനി ബാച്ചിലർ ഓഫ് കൊമേഴ്സ് 283 അഭിന ഐ ആർ. 285 ആദിത്യ പി. 86 ആദിത്യ പി. 87 ആദിത്യ ടി. 88 അദ്ന യഹ്യ കെ പി. 89 അഫീഫ തസ്നെ പി. 290 അഫ്രീന പി. 91 ഐശ്വര്യ ദിവാകരൻ കെ. 292 അജ്മൽ റോഷൻ. 93 അജ്മൽ റോഷൻ പി. 94 അക്ഷയ എം. 95 അമൽ അഷ്റഫ് അലി. 96 അംന ഷറിൻ സി. 97 അനഘ സുരേന്ദ്രൻ. 98 അനിൽ സണ്ണി. 299 അൻവർ ബാദിഷ ടി. 300 അർച്ചന എം. മുന്നൂറ്റി ഒന്ന് അർച്ചന പി. 301 അർച്ചന പി. 302 ആർഷ സി. 303 അർഷിത പി. 304 ആസാദ് പി. 305 ആഷിഫ. 307 അസ്ന എം. 308 അസ്ന പി എ. 309 അസ്ന ഷെറിൻ പി. 310 അശ്വിൻ എം. 311 ആതിര. 312 ആതിര പി. 313 അതുല്യ പി. 314 ആയിഷ അബ്ദുൽ റസാഖ്. 318 ബിൻഷ കെ പി. 319 ഫാഹിദ തസ്നി പി കെ. 320 ഫമീന ടി എ. 321 ഫസ്ലിയ കെ. 323 ഫാത്തിമ ഹനാൻ കെ. 324 ഫാത്തിമ ഹന്ന കെ. 325 ഫാത്തിമ ഹിബ എം. 326 ഫാത്തിമ ഹുസ്ന സി. 327 ഫാത്തിമ ലിയാന. 328 ഫാത്തിമ നാജിയ ഇ കെ. 329 ഫാത്തിമ നർജീസ് പി കെ.
330 ഫാത്തിമ രഹന കെ, 331 ഫാത്തിമ റിൻഷ ടി, 332 ഫാത്തിമ സഫ്നയാണ്, 32 സഹിലയാണ്, സഫ്ന ഇല്ല, 333 ഫാത്തിമ സഹല, 334 ഫാത്തിമ സജ്ന കെ കെ, 35 ഉണ്ടോ, 335 ഫാത്തിമ ഷഹാല എ, 336 ഫാത്തിമ ഷാഹിദ സി, 336 ഫാത്തിമ ഷാഹിദ സി, 337 ഫാത്തിമ ഷെറിൻ എൻ എ, 338 ഫാത്തിമ ഷെറിൻ ഇ കെ, 339 ഫാത്തിമ ഷിഫ എം, 340 ഫാത്തിമ തഷ്രീഫ കെ പി, 341 ഫാത്തിമത്ത് ഫിദ, 342 ഫാത്തിമത്ത് ഫിദ ടി കെ, 343 ഫാത്തിമത്ത് ഷിഫാന ടി കെ, 344 ഫാത്തിമത്ത് തമന്ന എം വി, 346 ഫിദ സി, 347 ഫിദ ഹസൻ, 348 ഫിദ കെ, 349 ഫിദ മറിയം വി പി, 351 ഗോപിക എം, 352 ഹാഫിൽ കമാൽ എ പി, 353 ഹന്നത്ത് പി, 354 ഹർഷ വി ആർ, 355 ഹസ്നത്ത് പി, 356 ഹിബ എം പി, 357 ഹിസാന നസ്രീൻ കെ, 358 ഇർഫാന ഷെറിൻ കെ, 359 ഇർഫാന വി, 335 ഫാത്തിമ ഷഹാല എ, 360 ജലീബ ഷെറിൻ, 362 ജസീല എൻ, 363 ജസീറ മുംതാസ് കെ, 364 ജിഫ്ന വി കെ, 365 ജിൽഷ കെ, 366 ജിഷാൻ എം, 367 ജൂബി, 368 ജുമാന, 369 ജ്യോതിക കെ. 370 കെ കെ അക്ഷയ് കൃഷ്ണ,
371 ഖദീജ റൈഹാനത്ത്, 372 കാർത്തിക് MP, 373 ഖദീജ രഹന PP, 374 കൃഷ്ണപ്രിയ RS, 375 കൃഷ്ണപ്രിയ T, 376 ലമീഷ TP, 377 ലാമിന C, 378 ലിൻഷ ഷെറിൻ, 379 ലുബ്ന ഷബാനാസ്, 380 മധുരിമ MK, 381 മഹസൂമിയ VK, 382 മർഷിദ TC, 383 മർവാൻ അഷ്റഫ് CP, 384 മർവ CK, 385 മെഹനാസ്, 387 മുഹമ്മദ് അമീൻ MM, 388 മുഹമ്മദ് ജുറൈജ് KK, 389 മുഹമ്മദ് ഷെഫിൻ VP, 390 മുഹമ്മദ് സിനാൻ, 391 മുഹമ്മദ് ജാസിൽ EP, 392 മുഹമ്മദ് ഷാമിൽ T, 393 മുഹമ്മദ് അഫ്സൽ P, 394 മുഹമ്മദ് അഖിൽ P, 395 മുഹമ്മദ് അനസ്, 396 മുഹമ്മദ് ബിഷർ, 397 മുഹമ്മദ് ഫഹീം അബ്ദുൽ മനാഫ്, 398 മുഹമ്മദ് ഫർഹദ് P, 399 മുഹമ്മദ് ഇൻഷാദ്, 400 മുഹമ്മദ് നബ്ഹാൻ C, 401 മുഹമ്മദ് റിസ്വാൻ K, 402 മുഹമ്മദ് ഷമൽ M, 403 മുഹമ്മദ് ഷമീർ CP, 404 മുഹമ്മദ് സ്വാലിഹ് PP, 405 മുബഷിറ P, 406 മുഫീദ യാസ്മി P, 407 മുഹമ്മദ് ഹാഷിം KP, 8 മുഹമ്മദ് ആദിൽ EK, 9 മുഹമ്മദ് ആൻഷിഫ് P, 410 മുഹമ്മദ് ഹാഷിം O, 11 മുഹമ്മദ് ഇൻഷാദ് K, 412 മുഹമ്മദ് നസീൽ MT, 413 മുഹമ്മദ് സഹീദുൽ ഇർഫാൻ, 14 മുഹമ്മദ് സലീം P, 15 മുഹമ്മദ് ഷംനാഥ് K, 416 മുഹമ്മദ് ഷംനാഥ് MK, 17 മുഹമ്മദ് ഷിജാസ് TP, 18 മുർഷിദ K, 19 മുർഷിദ KT, 420 മുർഷിദ T, 422 മുസൈന T, 23 മുർഷിഫ നസ്രീൻ, 24 നാദിയ നസ്രി KT,
25 നാദിയ ഹിബ. 426 നാദിയ നസ്രിൻ പി. 27 നജീം അർഷദ് പി പി. 28 നാജിദ പി. 29 നജ്മ. 430 നന്ദന കെ ബി. 31 നന്ദന പി. 32 നസ്രീൻ കെ. 33 നാസിഹ ഫർസന സി കെ. 434 നാസിയ ഷെറിൻ. 35 നസ്വിഹ മറിയം പി. 36 നവ്യ പി. 437 നയന പി കെ. 38 നിഹ എം. 39 നിഹാൽ എ ബി. 440 നിഹാല യാസ്മേ. 41 നിജ കെ ടി. 42 നിർമ്മൽ കുമാർ കെ ആർ. 43 നിഷ്മ ഷെറിൻ. 44 നിത്യമോൾ എസ്. 45 നൗഫിറ ബാനു കെ. 46 പ്രണവ് കെ. 47 പ്രതീഷ് എം. 48 പ്രീതിക കെ. 49 റമീസ ബേബി. 450 റസീന നസ്രിൻ കെ. നസ്രിൻ ടി. നാനൂറ്റി 459 1 രേഷ്മ കെ പി. 52 റിഫ പി. 53 റിൻഷ എ. 54 റിൻഷ കെ. 55 റിൻഷ പി കെ. 56 റിൻസി ബി പി. 57 റിസ്വാന ജാസ്മിൻ സി പി. 58 റിയ ഷിറിൻ കെ. 59 റുഷ്ദ സനിൻ. 460 റുഷ്ദ നിഹാല കെ എം. 461 റുസ്ന ജാസ്മിൻ സി എച്ച്. 62 സഹാന ഷെറിൻ കെ പി. 63 സഹ്ല അനീസ. 64 സഹ്ല ഷിറിൻ എ കെ. 65 സായി കൃഷ്ണ എൻ. 66 സജീർ അലി. 67 സൽമാനുൽ ഫാരിസ്. 68 സാമിദ ഷിറിൻ ടി. 69 സന പി. 470 സഞ്ജന കെ. 471 ഷെബീബ പി പി.
72 സെബിൻ KJ, 73 സൽമാനുൽ ഫാരസ്, 74 ഷബീഹ ഷെറിൻ, 75 ഷാദിന സി, 76 ഷഹല സി, 477 ഷഹല ഫാറുവി TP, 78 ഷഹല PS, 79 ഷഹല P, 480 ഷഹാന KP, 81 ഷഹാന C, 82 ഷഹന E, 83 ഷഹാന ഷറി PC, 484 ഷഹനാസ് ബികം CK, 85 ഷഹനാസ് TA, 86 ഷാഹിദ CK, 87 ഷാഹിൻ ഷാ ഷിഹാബ്, 88 ഷഹ്മ V, 489 ഷഹ്ന ഷെറിൻ NK, 490 ഷൈമ ഹുദ PV, 491 ഷമീദ AC, 92 ഷമീമ ജലിയ, 93 ഷംന ഫെബിൻ, 94 ഷംന VK, 95 ഷംസുദ്ദീൻ K, 496 ഷറിൻ ഷഹാന M, 97 ഷഫ്ന ഷെറിൻ K, 98 ഷെറീന KT, 499 ഷിബിൽ M, 500 ഷിബില KP, 501 ഷിഫാൻ നസ്രിൻ, 502 ഷിഫാന M, 3 ഷിഫാനത്ത് M, 4 ഷിംന ഷെറിൻ, 505 505 സ്നേഹ C, 506 സ്നേഹ IV, 507 സ്നേഹ M, 508 ശ്രീജിത P, 509 ശ്രീഷ്മ EV, 510 ശ്രീഷ്ണ M, 511 ഷുഹൈബ് EP, 512 സുഹൈല, 513 സുഹൈല V, 514 സുഹൈലത്ത് P, 515 സുഹൈറ PK, 517 സുമയ്യ, 518 സുമയ്യ ഹന്ന V, 519 സ്വഫാന ഷെറിൻ M, 520 തസ്ലീമ T, 521 തസ്നീം, 522 ഉമ്മു ഹബീബ P, 523 വിനയ P, 525 വിഷ്ണു P,
526 വിഷ്ണുപ്രിയ PK. 527 യദു കൃഷ്ണൻ K. ഷാജി. 528 യാസർ. ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. 529 അബ്ദുൽ ജുറൈജ് ബിൻ അലി. 530 അനാമിക P. 531 അസീം സാഗർ അലി. 532 ആയിഷ ഷംറിൻ. 533 ഫഹീം അബ്ദുറഹ്മാൻ സൈദലവി. 534 ഫാത്തിമ ഷംന KT. 535 ജസീല ജസ്മി. 536 കാഞ്ചന KP. 537 ലെസിൻ S. 538 മസൂദ് C. 539 മുഹമ്മദ് മുനവ്വിർ A. 540 മുഹമ്മദ് ഹാഷിൽ. 541 മുഹമ്മദ് സിറാജുദ്ദീൻ P. 542 രാഹുൽ P. 543 റഷ്യൻ KP. 544 സഫ്വാൻ ഫസൽ T. 545 ഷാന ഷെറിൻ CK. 546 ഷഹ്മ. 547 ഷംലിദ ഷെറിൻ. 548 ആബിദ KP. 549 അഫീഫ T. 550 അജ്ന A. 551 അമാൻ KP. 552 ആമിന ഷെറിൻ VM. 553 അനുശ്രീ KM. 'വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധയ്ക്ക് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റിയ വിദ്യാർത്ഥിനികൾ ഇവിടെ നിന്ന് പോകരുത്. അടുത്തത് ഒരു വലിയ ഫോട്ടോ സെഷനാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം പോകേണ്ടതാണ്. 554 അർച്ചന TT. 555 ഫാത്തിമ ഫമീന K. 556 ഫാത്തിമ ഫിദ CP. 557 ഫായിസ റിൻസി T. 558 ഹരിത KP. 559 മാജിദ A. 560 മുഹമ്മദ് സിദാൻ TP. 561 മുഹമ്മദ് അജ്സൽ KK. 562 മുർസിന PM. 563 നസ്ലി നർഗീസ് AP. 564 നിഹാല K. 565 പ്രവീണ KM. 566 സീതാലക്ഷ്മി T. 567 ഷെൽവ ഹനാൻ P. 568 ഷിബാൻ.
569 സ്വാതി കൃഷ്ണ കെ. 570 ഉസ്ന വി എം, ബാച്ചിലേഴ്സ് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്. 571 അഫ്ല വി. 572 ഫാത്തിമ സന സി. 573 ഹനീന. 574 മുഹമ്മദ് ഫഹീം ടി. 575 നൂറുൽ അമീൻ എ ജെ. 576 ഷാമിൽ സി ടി. 577 ഷിഫാന തസ്നി കെ. ലാസ്റ്റ് വൺ 578 ജാസ്മിൻ എം പി. ബിരുദ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്ന് ഒരു ദേശീയ ഗാനത്തിനായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു. അതിനുശേഷം ഫോട്ടോ സെഷൻ. जनगणमन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा. विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा. तव शुभ नामे जागे, तव शुभ आशीष मांगे. गाहे तव जय गाथा. जनगण मंगलदायक जय हे भारत भाग्य विधाता.